അത് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ ഷിഹനാസ് ഷാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. 3 കോടി പേര് കണ്ടു. എന്നിട്ടും ആൾക്കാരെന്തിനാ ഇത് ഫിൽറ്ററാണെന്നും പറഞ്ഞ് കുറ്റം പറയുന്നത്. അങ്ങനെ നിങ്ങൾ കണ്ണും തുറന്ന് നോക്കൂ, ഇനിയെങ്കിലും പറയൂ, ഇനി അല്ലാതെ ചെയ്യാത്ത അഭിപ്രായം പറയരുത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഇത്രയും പറയുമ്പം നമ്മളൊന്ന് ചെയ്ത് നോക്കണമല്ലോ. അതും 3 കോടി പേര് കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും അതിന് വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും വീഡിയോ ഇടുന്നു. അപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ. ഇത് കണ്ടോ, ഞാൻ അരച്ച ശേഷം ഇത് ഞാൻ ലൈറ്റ് ഇട്ടപ്പം ഇടാതെയുള്ള ഒരു ഡിഫറൻസ് ആണ്. ലൈറ്റ് ഇടുമ്പോൾ ഈ ഒരു കളറും, അല്ലാത്തപ്പം നമ്മൾ ആപ്പിൾ അരയ്ക്കുമ്പോൾ ഈ ഒരു കളറാണല്ലോ വരാറ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. തണുപ്പോട് കൂടി ഉപയോഗിച്ചാലേ നമുക്ക് അത്രത്തോളം എഫക്റ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റേതായ ഒരു ഫോൾട്ട് വരട്ടെ എന്ന് വെച്ച് ഞാൻ ക്ലെൻസിങ് മിൽക്ക് വെച്ച് 2 തവണ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. മുഖമൊക്കെ ഇങ്ങനെ ഒരച്ച് മാക്സിമം ഒരച്ചാണ് ഞാൻ കളയുന്നത്. കാരണം ഇനി എൻ്റേതായ രീതിയിൽ ഇതിനൊരു എഫക്റ്റ് കിട്ടുമോ ഇല്ലയുമോ എന്നൊന്നും അറിയില്ലല്ലോ. ഇത് എന്തായാലും ഇത്രയും വെല്ലുവിളിക്ക് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും മാറ്റം വരും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത ശേഷം പാക്ക് ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ നമ്മുടെ ഹെയറൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഇങ്ങനെ പാക്ക് ഇടുമ്പോൾ മുടിയൊക്കെ വന്ന് മുഖത്തോട്ട്, പിന്നെ അതിനകത്ത് കയറിയൊരു ഒട്ടൽ. മാക്സിമം നിങ്ങളിങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പിളിനൊക്കെ നല്ല വിലയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ആപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം എടുത്താൽ മതി. അത് തന്നെ കുറേ വരും. എനിക്കറിയില്ലായിരുന്നു, ഞാൻ പകുതിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലോണം എനിക്ക് അധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി ആ ഒരു പ്രശ്നം വരരുതല്ലോ. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ഞാൻ തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ ഒരു സുഖം കിട്ടും കേട്ടോ. ആ ഒരു തണുപ്പോടുകൂടി ഇടുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അപ്പം ഞാൻ കഴുത്തിൽ ഞാൻ തേക്കുന്നില്ല, കാരണം ഡിഫറൻസ് അറിയണമല്ലോ. അത് അതിൻ്റെ കഴുത്തും ഫേസും കാണിച്ചിട്ടാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ആണെങ്കിൽ കഴുത്തിനെ കാട്ടി ഒരു ഷെയ്ഡ് ഫെയർനെസ് ഇതുണ്ട് മുഖത്തിനുണ്ട്. കാരണം എപ്പോഴും നമ്മൾ മുഖത്താണല്ലോ എല്ലാം ഇടുന്നത്. കഴുത്ത് കുറച്ചും കൂടെ ഡാർക്കാണ്. അപ്പോൾ ആ കുട്ടിയും അങ്ങനെയാണ് ഡിഫറൻസ് കാണിച്ചത്. അപ്പോൾ ഞാനത് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ നമുക്കൊരു ചിലപ്പോൾ എൻ്റെ ആ ഒരു ഡിഫറൻസ് അറിഞ്ഞില്ലെന്ന് വെച്ച് ഞാൻ കയ്യിലും കൂടി ഒന്ന് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് തെളിവ് വരുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫേസ് അത്യാവശ്യം ഈ ഒരു കുട്ടി ഇത്രത്തോളം ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ ചുണ്ടിലും കണ്ണിന് ചുറ്റും കണ്ണിലൊക്കെ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോട്ടെന്നൊക്കെ വെച്ച് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റാണ് ആ കുട്ടി പറയുന്നത്. ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ ഒരു ഫേസ് ഇങ്ങനെയാണ്. ഫേസും കൈ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഫേസിൽ ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചത് കൊണ്ട് അങ്ങനെയുള്ള ഭാഗം കുറച്ച് ഉണങ്ങിയെന്ന് ചോദിച്ചാൽ ഉണങ്ങിയില്ലെന്ന് വെച്ചാൽ ഉണങ്ങിയില്ല. അങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ തുടച്ച് കളയുകയാണ്. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഒട്ടും സന്തോഷവതിയല്ല. ഈ കുട്ടി എന്തിനാണ് ഇത്ര ഘോരമായി എല്ലാവരെയും വെല്ലുവിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനകത്ത് ഫുൾ കമൻസ് വന്നിട്ട് ഫിൽറ്ററാണ്, ഈ ഒരു തുടച്ച് കളയുന്ന പോർഷൻ തൊട്ട് ഫിൽറ്ററാണ് എന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ അത് ഫിൽറ്ററാണ്. അല്ലെങ്കിൽ അതെന്തെങ്കിലും ഇങ്ങനെ ഈ വെള്ളം തട്ടിയാൽ പോകാത്ത ഇങ്ങനെ ഫേസ് മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എന്തോ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. സംഭവം ഒട്ടും എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ചെയ്തപ്പോൾ എങ്ങനെ ഇരുന്നു അങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഞാൻ ഇച്ചിരിയെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഈ പണിക്ക് പോകണ്ട എന്നതാണ് എൻ്റെ അഭിപ്രായം. കണ്ടോ, ഞാൻ എങ്ങനെയാണ് ഇതിനു മുമ്പും ഞാനിങ്ങനെ ഫേസൊക്കെ പിടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇടുന്നതിന് മുമ്പ് ആ ഒരു സെയിം രീതി തന്നെ, ഒരു ഇച്ചിരി പോലും മാറ്റമില്ല. സാധാരണ നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ ആ ഒരു ഡൾനെസ് എങ്കിലും ഒന്ന് മാറും. ഇത് അതേപടി ഇരിപ്പുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത്രത്തോളം നമ്മൾ ആപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കുറച്ചൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. പക്ഷേ ഒരു എഫക്റ്റും ഇല്ല കേട്ടോ. നമ്മുടെ ഫേസിൽ ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആരെങ്കിലും അതിൻ്റെ വീഡിയോ കണ്ട് ചെയ്യാതിരിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യരുത്. നിങ്ങൾ ആപ്പിൾ കഴിക്കുക.